ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹാവ് ഹാഡ്, ഹാസ് ഹാഡ്, ഹാഡ്. ഇതിൻ്റെ ഉപയോഗം, ഇത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആളുകൾക്കും തെറ്റായ ഒരു ധാരണയുണ്ട്. രണ്ട് ഹാവ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ, അതൊരു തെറ്റല്ലേ എന്നൊക്കെ. എന്തായാലും ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഗ്രാമാറ്റിക്കലി വളരെ കറക്റ്റായ ഒരു പ്രയോഗം തന്നെയാണ് അത്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഹാവ് ഹാഡ് ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ വരുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളായ ഒരു വേർബ് ഞാൻ പറയട്ടെ. ഈറ്റ്. ഈറ്റ് എന്നാൽ കഴിക്കുക, ഭക്ഷിക്കുക. ഐ ഈറ്റ് എഗ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എഗ്സ് കഴിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഈറ്റ് എന്നുള്ള ഒരു വേർബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈറ്റ് എന്ന ആ ഒരു വേർഡ് ആ സെൻറ്റൻസിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റി അവിടെ ഹാവ് എന്ന് വെച്ച് നോക്കുക. ഐ ഹാവ് എഗ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഇവിടെ ഈറ്റിൻ്റെ ആ ഒരു പ്ലേസിൽ ഹാവ് എന്ന ഒരു വേർഡ് കൊണ്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്തു. അവിടെ ഹാവ് എന്ന ഒരു വേർഡ് വെച്ചു. അപ്പോൾ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ ഒരു വ്യത്യാസവുമില്ല. അവിടെയും മീനിങ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എഗ്സ് കഴിക്കാറുണ്ട് എന്ന് തന്നെയാണ് മീനിങ്. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് സെൻറ്റൻസുകളും പ്രസൻറ്റ് സിമ്പിൾ ടെൻസുകളാണ്. ഇനി നമുക്ക് ഇതിനെ ഒരു കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറ്റാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ആം എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് ചേർത്തു, പിന്നെ ഈറ്റ് എന്ന വേർബിൻ്റെ കൂടെ ING ഫോം ചേർത്തു. അപ്പോൾ ഈറ്റിംഗ് എന്നായി. ആം ഈറ്റിംഗ്. ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഈറ്റ് എന്നുള്ള ആ ഒരു വേർബിൻ്റെ സ്ഥലത്ത് നമുക്ക് ഹാവ് ഇവിടെയും ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെച്ച് നോക്കാം. അപ്പോൾ ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഇവിടെ നമ്മൾ ആം എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് വെച്ചു, പിന്നെ ING ഫോം ചേർത്തു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി സെൻറ്റൻസിനെ. ഇവിടെ ഹാവ് എന്ന ഒരു വേർബിൻ്റെ കൂടെ നമ്മൾ ING ചേർത്തു. അതുപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വേർബ് ആം ചേർത്തു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂൾ ഉണ്ട്. ഹാവ് എന്നതിൻ്റെ കൂടെ നമ്മളിവിടെ ING ഫോം ചേർത്തു. ഹാവ് എന്നതിന് അതിൻ്റെ ഒറിജിനൽ മീനിങ്, അതല്ലെങ്കിൽ അതിൻ്റെ വളരെ ശരിക്കും ഉള്ള അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പൊസഷൻ ആണ്. ഹാവ്. ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പെൻ ഉണ്ട്. ഐ ഹാവ് എ ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബാഗ് ഉണ്ട്. അതായത് എനിക്ക് ഞാനത് ഓൺ ചെയ്യുന്നു, ഞാനത് പൊസസ് ചെയ്യുന്നു, എൻ്റെ കൈവശമുണ്ട്, എനിക്ക് സ്വന്തമായി ഉണ്ട് എന്ന അർത്ഥമാണ് അവിടെ ഹാവിന്. ഹാവ് എന്നതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള മീനിങ് അത് തന്നെയാണ്, പൊസഷൻ. പൊസഷൻ എന്ന മീനിങ്ങിലാണ് നമ്മൾ ഹാവ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ING ഫോം ചേർക്കാൻ പാടില്ല. ഐ ഹാവ് എ പെൻസിൽ. എനിക്കൊരു പെൻസിലുണ്ട്. ഐ ആം ഹാവിങ് എ പെൻസിൽ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. പൊസഷനാണ് അവിടെ. എനിക്കൊരു പെൻസിൽ ഉണ്ട് എന്ന് പറയുന്നത് പൊസഷനാണ് ഹാവ്. പക്ഷേ നമ്മൾ ആദ്യം ഉപയോഗിച്ച എക്സാമ്പിളിൽ ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്നു. ഈറ്റ് എന്ന വാക്കിനെ, ഈ ഈറ്റ് എന്ന വേർബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഹാവ് അവിടെ ഉപയോഗിച്ചത്. അവിടെ ING ഫോം ചേർക്കാം. അതല്ലാതെ പൊസഷൻ എന്ന മീനിങ്ങിലാണ് ഹാവ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റോങ് ആണ്. ഐ ആം ഹാവിങ് എ പെൻസിൽ, ഐ ആം ഹാവിങ് എ കാർ എന്നൊക്കെ പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഐ ആം ഹാവിങ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ലഞ്ച് മീൻസ് ഉച്ചയ്ക്കുള്ള ഫുഡ്, ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെൻറ്റൻസ് കറക്റ്റാണ്. അതേസമയം ഐ ആം ഹാവിങ് ആൻ ആപ്പിൾ ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. എൻ്റെ ബാഗിൽ എനിക്ക് ഒരു ആപ്പിൾ ഉണ്ട്. ഐ ഹാവ് ആൻ ആപ്പിൾ ഇൻ മൈ ബാഗ് എന്ന് തന്നെ പറയണം. അവിടെ ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല. ഐ ആം ഹാവിങ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഒരു ആപ്പിൾ കയ്യിൽ പിടിച്ച് കടിച്ച് ചവച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ, ഐ ആം മഞ്ചിങ് ആൻ ആപ്പിൾ എന്നുള്ള മീനിങ് ആണ്. ഒന്നുകൂടി ആ ഒരു പോയിൻ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹാവ് ഉപയോഗിക്കുന്നത് പൊസഷൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ ING ഫോം പാടില്ല.
അല്ലാതെ ഈറ്റ് എന്ന ഒരു വേർബിന് പകരമായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ING ഫോം ആകാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് ഈറ്റൺ എന്ന് പറയുന്നത് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവിടെ ഹാവ് എന്നുള്ളത് ഹാവ് ഈറ്റൺ എന്നാണ് ഉപയോഗിച്ചത്. ഹാവ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വേർബാണ്. ഈറ്റൺ എന്നത് V3 ഫോമാണ്, അതല്ലെങ്കിൽ ഈറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഹാവ് ഈറ്റൺ. ഇവിടെയും നമുക്ക് ഹാവ് ഉപയോഗിക്കാമല്ലോ, കാരണം ഈറ്റ് എന്ന വേർബിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഹാവ് അവിടെ ഉപയോഗിച്ചാൽ എങ്ങനെയാവും? ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്നുള്ള മീനിങ് അവിടെ വന്നു. ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാവ്, ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബാണ്. നെക്സ്റ്റ് ഹാഡ് എന്നുള്ള വേർഡ് V3 ഫോം ഓഫ് ഹാവ് ആണ്, അതല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഹാവ് ആണ്. ഹാവ് എന്നതിൻ്റെ V1 ഫോമാണ് ഹാവ്, V2 ഫോം ഹാഡ് ആണ്. V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ഹാഡ് തന്നെയാണ്. ഹാവ്, ഹാഡ്, ഹാഡ്. അപ്പോൾ ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഹാവ് ഹാഡ് എന്നുള്ള ആ ഒരു പ്രയോഗം എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ഹാവ് ഹാഡ്. ഇപ്പോൾ ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി അവിടെ ഷീ, ഹീ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത്, സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹീ ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഐ ഹാവ് ഹാഡ്, ഹീ ഹാസ് ഹാഡ്, വി ഹാവ് ഹാഡ്, ദേ ഹാവ് ഹാഡ്, ഷീ ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അപ്പോൾ ഹാവ് ഹാഡ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായി, അതുപോലെ ഹാസ് ഹാഡ് എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലായി. പിന്നെ ഇനിയുള്ളത് ഹാഡാണ്. അത് എവിടെ നിന്ന് വന്നു? ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോയി എന്ന് കരുതുക. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് എന്ന് കരുതുക. രണ്ട് കാര്യങ്ങളും പാസ്റ്റിൽ നടന്നതാണ്. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെൻറ്റ് ഔട്ട്. ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഈറ്റൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് അവിടെ ഉപയോഗിച്ചത്. ഹാഡ് പ്ലസ് ഈറ്റൺ. ഈറ്റൺ എന്നത് വെർബിൻ്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹാഡ് എന്നത് അവിടെ ഹെൽപ്പിംഗ് വേർബാണ്. ഇതുപോലെ തന്നെ ഈറ്റൺ എന്ന വേർഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമല്ലോ ഹാവ് എന്ന ഒരു വെർബിൻ്റെ ഫോം വെച്ചുകൊണ്ട്, കറക്റ്റായ ഒരു ഫോം വെച്ചുകൊണ്ട്. അപ്പോൾ ഐ ഹാഡ് ഈറ്റൺ എന്നതിന് പകരം നമുക്ക് പറയാം ഐ ഹാഡ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെൻറ്റ് ഔട്ട്. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് സെയിം തന്നെയാണ് ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹാഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഡ്, ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഹാഡ് ഹെൽപ്പിംഗ് വേർബാണ്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഹാവ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഹാവ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ഹാഡ്, തേർഡ് ഫോം ഹാഡ്. അപ്പോൾ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഹാഡ് എന്നതിൻ്റെ ആ ഒരു അത് എവിടെ നിന്നാണ് അത് വന്നത് അതും മനസ്സിലായി ഇല്ലേ? ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. കാരണം ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ എയ്റ്റ് മീൻസ് സെക്കൻഡ് ഫോമാണ്, V2 ഫോമാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സെയിം തന്നെ. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.
ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായല്ലോ? ഇനി ഹാവ് ഹാഡ്, അതുപോലെ ഹാസ് ഹാഡ്, പിന്നെ ഹാഡ് ഇതിൻ്റെ ഉപയോഗം വളരെ കറക്റ്റാണ്. ഒരു സെൻറ്റൻസിൽ അത് ഒരുമിച്ച് വരാം എന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ലെസണിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ഒന്നും അല്ല. അപ്പോൾ എന്തായാലും ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.